യാ കുന്ദേന്ദുതുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകരായ ശ്വേതപത്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭൃതിർദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതീ ഭഗവതി നിശ്ശേഷജാഡ്യാപക. നമസ്കാരം. സന്ധ്യാവന്ദനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചൊവ്വാഴ്ച, ദേവിക്ക് പ്രാധാന്യമുള്ള ദിവസം. പ്രിയരെ, സർവേശ്വരിയായ സാക്ഷാൽ പരാശക്തിയായ ജഗദംബിക 3 പ്രകാരത്തിലാണ് സാധാരണ ആയിട്ട് നമുക്ക് വിളങ്ങി നമുക്ക് അനുഭവത്തിൽ വരിക എന്നാണ്. അനവധി രൂപങ്ങളുണ്ട് ദേവിക്ക്. എങ്കിലും പ്രധാനമായിട്ട് 3 രൂപത്തിലാണ് നമുക്ക് അനുഭവത്തിൽ എന്നാണ്. ഒന്നാണ് സരസ്വതി, മറ്റൊന്നാണ് മഹാലക്ഷ്മി, ദുർഗ, കാളി. ഇതൊക്കെ പാടൊരു വിഭാഗമായിട്ടാണ് പറയും. ചിലപ്പോൾ ദുർഗ, കാളി ഇതൊക്കെ കൂടി കുറച്ച് ശക്തി സ്വരൂപിണിയാണ്. ശക്തി സ്വരൂപിണി അത് കുറച്ച് രൗദ്രവും കൂടുതൽ രൗദ്രം അങ്ങനെയൊക്കെ ഉണ്ട്. കാളി എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ, ദുർഗ എന്ന് പറയുമ്പോൾ അത്ര തന്നെ രൗദ്രമില്ല, എങ്കിലും അത് 3ാമത്തെ വിഭാഗമാണ്, താമസമാണ്. സാത്വികമായിട്ടുള്ളത് സരസ്വതി, രാജസായിട്ടുള്ളത് മഹാലക്ഷ്മി, അതേപോലെ തന്നെ താമസമായിട്ടുള്ളത് ദുർഗാ, കാളി മുതലായിട്ടുള്ളത് ഒരുപാടുണ്ട്. ഇപ്പം എന്തായാലും നവരാത്രിക്ക് ആദ്യത്തെ 3 ദിവസം ദുർഗയായിട്ടും രണ്ടാമത്തെ 3 ദിവസം, അതായത് 3, 6 എന്നുള്ള 3 ദിവസം മഹാലക്ഷ്മിയായിട്ടും അവസാനത്തെ 3 ദിവസം സരസ്വതിയായിട്ടും. അതാണ് സരസ്വതി പൂജ നമ്മൾ കാണുന്നത്. പരാശക്തിയായിരിക്കുന്ന ജഗദംബിക, ആദിപരാശക്തിയായിരിക്കുന്ന ജഗദംബിക ഈ 3ഉം അല്ല എന്നർത്ഥം. അത് ലളിതാ സഹസ്രനാമത്തിലെ ധ്യാന ശ്ലോകത്തിൽ അരുണാം കരുണാ തരംഗിതാക്ഷിയും ധൃതപാശാങ്കുശ പുഷ്പബാണഹസ്താം എന്നാണ്. ഗണപതിയുടെ കയ്യിലുള്ള അതേ ആയുധമാണ് പരാശക്തിയുടെ കയ്യിൽ ഒരു ചെറിയ കുഠാരം, വെട്ടാൻ പറ്റണ സാധനം, വലത്തെ കയ്യിൽ മൂർച്ചയുള്ള ഒരു കോടാലി പോലത്തെ ആയുധവും ഇടത്തെ കയ്യിലൊരു കയറ് ചുരുട്ടിയിട്ട് അങ്ങനെയുള്ള ഒരു ആയുധമാണ്. സാധാരണ അത് ഇങ്ങനെ കാണിച്ചിട്ടൊരു ഇതായിട്ട് അങ്ങനെ കാണിക്കും, ചുരുട്ടിയ കയറ് പോലെ. ഇങ്ങനെയാണ് ദേവിയുടെ രൂപം എന്ന് പലർക്കും അറിയില്ല. ദേവി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന രൂപം എന്താണ്? ഒന്നുകിലോ ദുർഗ, അല്ലെങ്കിൽ സരസ്വതി, അല്ലെങ്കിൽ ലക്ഷ്മി എന്നല്ലേ? അങ്ങനെയല്ല. ഇപ്പം ലളിതാ സഹസ്രനാമത്തിലെ ധ്യാനത്തിൽ ഇത് 3ഉം അല്ല. ദുർഗയല്ല, സരസ്വതിയല്ല, ലക്ഷ്മിയല്ല. പിന്നെന്താണ്? ആദി ദേവി പരാശക്തിയായിരിക്കുന്ന ജഗദംബിക ചുരുട്ടിയ കയർ കയ്യിൽ പിടിച്ചിട്ടും കോടാലി കയ്യിൽ പിടിച്ചിട്ടും. ഇത് തന്നെയാണ് ഗണപതിയുടെ കയ്യിലും ഉള്ള ആയുധം, അമ്മയുടെയും മകൻ്റെയും കയ്യിൽ. ഇതാണ് പരാശക്തി. ദേവി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതാണ് ചിന്തിക്കേണ്ടത്. സരസ്വതിയും ലക്ഷ്മിയും ദുർഗയും ഓരോ അവതാരാംശങ്ങളാണ്. കുഠാരം, കയർ, പാശാങ്കുശം എന്നാണ് അതിന്. പാശം, കയർ, അങ്കുശം. ഒരു തോട്ടി ഉണ്ടാവും വെട്ടാൻ, രണ്ടിനും കൂടി ഇതാണ് അങ്കുശം എന്ന് പറയുന്നത്. ഇപ്പം എന്തായാലും അതിൽ സരസ്വതി പരമായിട്ടുള്ളൊരു വന്ദന ശ്ലോകമാണ് ചൊല്ലിയത്. ഈ സരസ്വതി വിദ്യയുടെ ദേവതയും, ലക്ഷ്മി ധനത്തിൻ്റെ ദേവതയും, ദുർഗ ശക്തിയുടെ ദേവതയുമാണ്. നമുക്ക് ജീവിക്കാൻ ഈ 3ഉം വേണ്ടേ? 10 പൈസ കയ്യിലില്ലെങ്കിൽ അവരുടെ ജീവിതം കഷ്ടം തന്നെയാണ്. മറ്റൊരാളെ ആശ്രയിക്കണം. എത്ര ആളങ്ങനെ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഇപ്പം ധനത്തിന് ധനം വേണം. ഇനി അതുമാത്രം മതിയോ? അതെങ്ങനെ വിനിയോഗിക്കണമെന്ന് തലയിൽ മൂളയില്ലാത്ത ഒരാളുടെ കിട്ടിയാൽ 2 ദിവസം കഴിയുമ്പോഴേക്കും അതൊക്കെ വെള്ളത്തിലാവും. അപ്പം അറിവ്, വിവേകം, ബുദ്ധിപൂർവ്വം ഭാവിയിലേക്ക് വർദ്ധിപ്പിക്കാനും വേണ്ടതിന് ചിലവാക്കാനും ഒക്കെ അത് ഉപയോഗിക്കാനാണ് എന്ത്? അറിവ്. വളരെ പ്രധാനമാണ്. ഇത് രണ്ടും ഉണ്ട്. ഒന്നിനും ശക്തിയില്ലെങ്കിലോ മഹാബലഹീനനാണ്. നീട്ടി നടക്കാനും കൂടി നല്ല അറിവുണ്ട്, പൈസയുണ്ട്, വല്ല കാര്യവും ഉണ്ടാവുമോ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് വേണം? ശക്തി ഉണ്ടാവണം. ഇത് 3ഉമാണ് ജീവിതത്തിലേക്ക് ആവശ്യം. അതിനു വേണ്ടിയാണ് ഈ 3 സങ്കല്പത്തിൽ പരാശക്തിയെ നമ്മൾ സങ്കല്പിക്കുന്നത്. ദേവി ഭാഗവതത്തിലൊക്കെ വളരെ വിസ്തരിച്ച് പറയണത്. ദേവി മാഹാത്മ്യത്തിലും ഉണ്ട്. ആദ്യത്തെ ചരിതം കാളി അല്ലെങ്കിൽ ദുർഗ, പിന്നെ രണ്ടാമത്തെ ചരിതം മധ്യമചരിതം മഹാലക്ഷ്മി, അവസാനത്തെ സരസ്വതി എന്നുള്ള ക്രമത്തിലാണ്. താമസത്തിന് രാജസവും രാജസത്തിന് സാത്വികവുമായിട്ടാണ് നമ്മുടെ വാസന ഉയരേണ്ടത് എന്നുള്ള ക്രമത്തിലാണ് അവിടെ പറയുക. അപ്പോൾ ഇവിടെ സരസ്വതിയെ വർണ്ണിക്കുകയാണ്.
ശരിക്കും വിഷ്ണുവിൻ്റെ പത്നി ആയിരുന്നു സരസ്വതി എന്നാണ്. നമ്മളാരും കേട്ടിട്ടില്ല അത്. അത് ദേവി ഭാഗവതം നോക്കി അറിയാം. വേദപ്രസിദ്ധമായിട്ട് പറയുകയാണ് മഹാവിഷ്ണുവിന് 4 പത്നിമാരുണ്ടെന്നാണ്. ഒന്ന് തുളസി, ഒന്ന് മഹാലക്ഷ്മി, ഒന്ന് സരസ്വതി, ഒന്ന് ഗംഗ. ഗംഗയെന്ന് ആരും കേട്ടിട്ടില്ല. എന്നാൽ ഭൂമി അവിടെ ആയിട്ട് പറയണില്ല. നമ്മളിപ്പോൾ ഭൂമി പറയുന്നുണ്ടല്ലോ, വേദത്തിൽ ആ ഒരു പറയുന്ന ലിസ്റ്റിൽ ഭൂമി വരുന്നില്ല. അങ്ങനെ നോക്കിച്ചാൽ 5 എണ്ണം കാണാം. ഭൂമി എപ്പോഴാണ് അതിൻ്റെ ഇടയിൽ വന്നതെന്നറിയില്ല. ഈ 4 എണ്ണമാണ് വേദപ്രസിദ്ധമായിട്ട് പറയണത് എന്നാണ് ദേവി ഭാഗവത്തിൽ പറയണത്. സരസ്വതി, ലക്ഷ്മി, ഗംഗ, തുളസി. ഈ 4 പത്നിമാർ മഹാവിഷ്ണുവിനുണ്ട്. അക്കൂട്ടത്തിൽ ഒന്നാണ് സരസ്വതി. പിന്നെ ശാപം കൊണ്ട് ഈ സരസ്വതി ഒരു നദിയായിട്ട് ഭൂമിയിലേക്ക് വന്നു എന്നും ശാപമോക്ഷം കിട്ടിയപ്പോൾ ഒരംശമായിട്ട് ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ട് തീർന്നു. ഒരംശം കൊണ്ട് വിഷ്ണു പത്നിയായിട്ട് തന്നെ തുടരുന്നു. ദേവന്മാർക്കും ദേവിമാർക്കും ഒക്കെ പറ്റണ കാര്യം അതല്ലേ, ഒരേ സമയത്ത് 2 ആളുടെ പത്നി 2 അംശമായിട്ടാവുക. അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ദേവിമാർക്കും ദേവന്മാർക്കും അങ്ങനെയൊക്കെ ഉണ്ടായാലല്ലേ അവരാവുള്ളൂ. നമ്മളെപ്പോലെ അതിന് വല്ല അത്ഭുതമുണ്ടോ? നമ്മളെപ്പോലെ ഊണയൊക്കെ ചുരിദാറിടുക അല്ലേ, 2 വീലറിൽ സ്കൂട്ടിയിലും. അങ്ങനെയല്ല, അവർക്ക് അവരുടെ ചില പ്രത്യേകതകളുണ്ടാവും, നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ്. അപ്പോൾ ഒരംശം കൊണ്ട് ബ്രഹ്മാവിൻ്റെ പത്നിയായിട്ടും കൂടുതൽ അംശം കൊണ്ട് വിഷ്ണുവിൻ്റെ പത്നിയായിട്ടും തുടരുന്നു. ഇതാണ് കഥ. അങ്ങനെയാണ് ഈ സരസ്വതി വിഷ്ണുവിൻ്റെ പത്നിയായി ബ്രഹ്മാവിൻ്റെ പത്നിയുമായി എന്ന് 2 നിലയ്ക്ക് വരാനുള്ള കാരണം. ശാപമോക്ഷം കിട്ടിയപ്പോഴാണ് ബ്രഹ്മാവിൻ്റെ പത്നി ഒരംശം കൊണ്ട് ആയത്. അത് തൂവെള്ള നിറമാണ്. യാ കുന്ദേന്ദു തുഷാരഹാര ധവള. ഏതാണ് 2 നിറം വെളുത്തതിന്? കുന്തപുഷ്പം നല്ല വെളുപ്പാണ്, തുഷാരം മഞ്ഞ്. അതുപോലെ മഞ്ഞിനെ പോലെയും കുന്തപുഷ്പം പോലെയും വെളുത്ത നിറമുള്ളവളും. യാ ശുഭ്രവസ്ത്രാവൃത, വെളുത്ത വസ്ത്രം ധരിച്ചവളും. യാ വീണാവരദണ്ഡ മണ്ഡിതകര, സംഗീതോപകരണത്തിൽ വളരെ ശ്രേഷ്ഠമായിട്ട് ആദ്യം ഉണ്ടായതാണ് വീണ എന്നാണ്. ഇതിനെ തുടർന്നാണ് അത്രേ മറ്റ് പലതും ഉണ്ടായത്. വയലിനും ഗിറ്റാറും ഒക്കെ പിന്നെ ഉണ്ടായത്. ആദ്യം ആ തന്തു വാദ്യങ്ങൾ ഉണ്ടായത് വീണ നാരദൻ്റെ കയ്യിലും വളരെ ശ്രേഷ്ഠമായിട്ട്. വീണാവരദണ്ഡ മണ്ഡിതകര യുവാ ശ്വേതപത്മാസന, നല്ല വെള്ള താമരയിലിരിക്കുന്നവൾ. ഒക്കെ വെള്ളയാണ്, സാത്വിക ഗുണമായതുകൊണ്ടാണ് വെള്ളയ്ക്ക് പ്രാധാന്യം. ശ്വേതപത്മാസന. ഇനിയോ ബ്രഹ്മാച്യുത ശങ്കര പ്രഭുദേവീർ, വിഷ്ണു, ശിവൻ, അതുപോലെ തന്നെ ബ്രഹ്മാവ്, ഇവരാൽ സദാ പൂജിക്കപ്പെട്ട ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി. അങ്ങനത്തെ സരസ്വതി ഭഗവതി എന്നെ രക്ഷിക്കട്ടെ. എന്തിനായിക്കൊണ്ട്? നിശേഷ ജാഡ്യാപഹ, എല്ലാ വിധത്തിലുള്ള മന്ദബുദ്ധിത്തരം. ജാഡ്യം എന്ന് പറഞ്ഞാൽ മന്ദബുദ്ധി, അറിവില്ലായ്മ, തമോ ഗുണം, ഇതൊക്കെ ഇല്ലാതാക്കി എന്നെ എപ്പോഴും ബുദ്ധിക്കും മനസ്സിനും പ്രകാശം ഉണ്ടാക്കി തരട്ടെ. ദൈവഭാവത്തിൽ സരസ്വതിയെ പറ്റി പറയുമ്പോൾ വളരെ മന്ത്രങ്ങൾ പറയുന്നുണ്ട്. എത്ര മൂഢനും എത്ര അറിവില്ലാത്തവനും എത്ര താണതട്ടിൽ നിൽക്കുന്നവനും സരസ്വതി മന്ത്രം ജപിച്ച് അറിവ് നേടിയിട്ടും ജ്ഞാനി നേടിയിട്ടുള്ള കഥകൾ പൊതുവേ ദേവിയെ ഭജിച്ചുണ്ടാവും. സരസ്വതിയെ വിശേഷിച്ചും സരസ്വതി മന്ത്രം കൊണ്ട് ഭജിച്ച ജ്ഞാനിയായി തീർന്ന ചില ഉദാഹരണങ്ങളൊക്കെ ദേവി ഭാഗവത്തിൽ പറയുന്നു. അതുകൊണ്ട് സരസ്വതി മന്ത്രമുണ്ട്, പലതുമുണ്ട്, ഒക്കെ ഇവിടെ പറയാൻ നമുക്ക് സമയമില്ല. അങ്ങനെയുള്ള സരസ്വതി ഉപാസന നമ്മൾ ചെയ്താൽ ബുദ്ധിക്കും മനസ്സിനും നല്ല പ്രകാശം ഉണ്ടാവും, തമോ ഗുണവും അജ്ഞാനവും വിട്ടുപോകും എന്ന് പറയുകയാണ്. അപ്പം അതൊക്കെ വിട്ടുപോകാനായിക്കൊണ്ട് ആ സരസ്വതി ദേവിയെ രക്ഷിക്കാനായിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. അതാണ് സാമാമ്പാരു സരസ്വതി ഭഗവതി നിശേഷ ജാഡ്യാപക. ജാഡ്യമായിരിക്കുന്ന വിഡ്ഢിത്തരം, മൂഢത്തരം, ബുദ്ധിയില്ലായ്മ ഇതൊക്കെ ഇല്ലാതാവാനായിക്കൊണ്ട് മഹാസരസ്വതിയെ ഞാനിതാ വന്ദിക്കുന്നു എന്നാണ് ശ്ലോകാർത്ഥം. യാ കുന്ദേന്ദു തുഷാരഹാരധവളായ ശുഭ്രവസ്ത്രാവൃത യാ വീണാവരദണ്ഡമണ്ഡിതകര യാ ശ്വേതപത്മാസന യാ ബ്രഹ്മാച്യുതശങ്കരപ്രഭുദേവീർ ദേവൈ സദാ പൂജിത സാ മാം പാതു സരസ്വതി ഭഗവതി നിശേഷജാഡ്യാപഹ. നല്ലൊരു സന്ധ്യ എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.